മാങ്ങ സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങാനായില്ലേ. ഇനിയിപ്പോൾ ഇതുപോലെ ഫ്രഷ് മാംഗോ നമുക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചോറിനോടൊപ്പം കൂട്ടാൻ പറ്റിയിട്ടുള്ള 5 സൂപ്പർ ടേസ്റ്റി കറികളാണ് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങ മുളക് കറിയാണ്. ചട്ടിയൊക്കെ ചൂടായിട്ട് അങ്ങ് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഉലുവയും കടുകുമാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ദെൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും സംഭവങ്ങളും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കന്നെ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണക്കുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറിപ്പോവണം. ദെൻ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുക കേട്ടോ. ദെൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ പച്ച മാങ്ങ, ഇത് ഏത് ഷേപ്പിലോ ആണെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. സോ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടണം നമ്മുടെ മാങ്ങ. അതിനായിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുക വേണേ. ഞാൻ നേരത്തെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മാങ്ങാ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്ക്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വെണ്ടയ്ക്ക മുളകിട്ടതൊക്കെ കഴിക്കത്തില്ലേ, അതുപോലൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ സംഭവം സെറ്റായി. അപ്പോൾ ട്രൈ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മാമ്പഴ പുളിശ്ശേരിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൻ്റെ ആ ഒരു റെസിപ്പിയൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തോലും നമ്മളെ കൂട്ടത്തിലുണ്ടാവുമല്ലോ. അപ്പോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. നമ്മളിപ്പം 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളക് ഇങ്ങനെ നടുക്ക് കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റാണ്. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കന്നെ. ഇതിലോട്ട് ഒരു അരപ്പ് സെറ്റാക്കാണ്ട് അതിനായിട്ട് തേങ്ങ, ചെറിയ ജീരകം, തൈര് ഇത്രയും സാധനങ്ങൾ നല്ല വെണ്ണ പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അതും കൂടെ ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇത് കറി പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗ്രേവി ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ. എനിവേ നമ്മളിതിലോട്ട് കടുക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കുറച്ചും കൂടെ ഉഷാറായേനെ. ദെൻ നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും പഞ്ചസാര ആയാലും ഒക്കെ ശരി. ഇത് ആദ്യം, അതായത് ഈ മാമ്പഴം നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അന്നേരം വേണമെങ്കിൽ അപ്പോഴും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ആക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനൊപ്പം പെർഫെക്റ്റ് കോംബോ ആയിട്ടുള്ള കറിയാണ് കേട്ടോ മൂന്നാമത്തത്, ചക്കക്കുരും മാങ്ങയും. ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും നമ്മൾ ഉണ്ടാക്കാൻ മറന്നു പോണ ഒരു ഐറ്റാണ്. ചക്കക്കുരും മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി, സംഭവം സെറ്റാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ഈ ചക്കക്കുരു അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 3-4 വിസിലെങ്ങാനും വേണ്ടി വരും. കാരണം ഈ ചക്കക്കുരു ഉണ്ടല്ലോ, അത് നല്ലോണം വെന്ത് 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 നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതൊക്കെ അവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ 1 മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതന്നെ ധാരാളം. ഇതിപ്പം വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ടാണ് 1 എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു അരപ്പൊളിയൊക്കെ എങ്ങാണ്ട് മതിയാവും. മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിത് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കണം. മാങ്ങൻ്റെ തൊലി വേണമെങ്കിൽ കളഞ്ഞാൽ മതി കേട്ടോ. കയ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളയണം. നമ്മളിപ്പോൾ എന്തായാലും കളഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചക്കക്കുരു അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് സെറ്റ് ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കും ഒരു
ഒരു അരപ്പ് ആവശ്യമാണ്. അതിനായിട്ട് നമ്മൾ പച്ചമുളക്, തേങ്ങ, ജീരകം, ഒരു വെളുത്തുള്ളി, ഒരേ ഒരു വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഓവറായാൽ കറിയുടെ ടേസ്റ്റേ പാടെ മാറിപ്പോവും കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് ഒറ്റ ഒന്ന് എന്നുള്ളത്. അങ്ങനെ താ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സാക്കി സെറ്റാക്കി എടുക്കുക. ഏകദേശം തിളയൊക്കെ വന്ന് തുടങ്ങണ ആ ഒരു ടൈമായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് കടുകും കറിവേപ്പിലൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങാ സീസണും ചക്ക സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൻ നഷ്ടമാണ് ഗൈസ്. ഉണ്ടാക്കാൻ മറന്നോലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളും വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കി. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് നാലാമതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കറി മീൻസ് ഇതൊരു പച്ചടിയാണ് കേട്ടോ, മാങ്ങ പച്ചടി. ഞാനിപ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കണില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ മാത്രമേ ചിരവി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പച്ചമുളക്, ഒരല്പം ചെറിയ ജീരകം, ഒരു കയ്യിൽ തൈരുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. അതായത് നല്ലോണം അരക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരക്കുക. ഇനി ഈ ഒരു ടൈമിലാണ് നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാങ്ങയാണെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക, നല്ലോണം അരയണ്ട. ഇനിയിപ്പം ഈ ഒരു പച്ചടിയുടെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. സോ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ദോശയ്ക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയോ? എന്നാൽ എനിക്കും അങ്ങനെ തോന്നിയിരിക്കണം കേട്ടോ. സംഭവം അതുപോലെയൊക്കെ തന്നെയാണ്, എന്നാലും നമ്മുടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നല്ല പച്ചമാങ്ങയൊക്കെ കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതും ഒന്ന് ട്രൈ ആക്കി നോക്കി. എരിവും പുളിയും മധുരമൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഐറ്റത്തിലോട്ട് കിടക്കാം. നല്ല അടിപൊളി മാങ്ങ പെരട്ടാണ്. നിങ്ങളൊരു സ്വീറ്റ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കണം കേട്ടോ. പക്ഷെ നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഉലുവ, കടുക്, അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുണ്ടല്ലോ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം അങ്ങോട്ട് പോയി എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് സെറ്റാക്കി കൊടുക്കുക. ഇതിപ്പോൾ വലിയ പുളിയൊന്നുമില്ല, ഒരു മീഡിയം ലെവലിൽ തന്നെ ഉള്ളൂ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണേ. അതായത് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് വറ്റി തുടങ്ങുന്ന ടൈപ്പ് ആകുമ്പോൾ നമുക്ക് വേവിക്കൽ അങ്ങോട്ട് സ്റ്റോപ്പാക്കി വെക്കാം. ദെൻ ഇതിലോട്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ശർക്കരയാണ്. ഇതിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പം ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്ന വേണം കേട്ടോ. അതായത് ഈ ആ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ മാങ്ങ വീണ്ടും നല്ലോണം വെന്ത് കിട്ടുന്ന വേണം. വെറൈറ്റി രുചിയിൽ 5 വിധത്തിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. സോ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മാങ്ങാ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാനും മറക്കരുത്. റെസിപ്പീസ് ഒക്കെ ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.